സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഒരുപാട് ശല്യപ്പെടുത്താതെ ഉള്ള കാര്യം പറഞ്ഞിട്ട് വേഗം പൊക്കോളാം. ഇപ്പോൾ നമ്മൾ ഈ സൗണ്ട് കേൾക്കുന്നത് ആണെങ്കിലും ആക്ച്വലി ഇതാണ് സൗണ്ട് സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, വലിയ മാറ്റമൊന്നുമില്ല. എന്നിരുന്നാലും അതില്ലാതെ നമുക്കിപ്പോൾ സിങ്ക് ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയറുകളൊക്കെ അപ്ഡേറ്റ് ആയി, സോ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു സൊല്യൂഷനായിട്ടാണ് ആക്ച്വലി വന്നേക്കുന്നത്. അതായത് മൾട്ടിപ്പിൾ ക്ലിപ്സിൻ്റെ ഓഡിയോ സിങ്ക് ചെയ്യാൻ പ്രീമിയറിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിവിജ്വലായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളൊരു വേറൊരു വളഞ്ഞ വഴിക്ക്, അതായത് നേരെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോസസ്സിലോട്ട് പോവുകയാണ്. ഇപ്പോൾ പ്രീമിയർ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവനെ കൊണ്ട് പണിയെടുപ്പിക്കണമെന്ന് പ്രീമിയർ മനസ്സിലാവരുത്. അപ്പോൾ അതിനൊരു ഈസി വേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് കാണാം, ഇതാണ് എൻ്റെ മാസ്റ്റർ ക്ലിപ്പ്. അതായത് ഞാൻ ലെങ്തി ആയിട്ടുള്ളത് ഞാൻ വലിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ഇവൻ്റ് ആവാം, വെഡ്ഡിങ് ആവാം, ചർച്ച് റെക്കോർഡിംഗ് ആവാം, കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ആയിട്ടുള്ള എന്തും ആയിക്കോട്ടെ. മൾട്ടി ക്യാം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സിങ്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിംഗിളായിട്ട് ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ കണ്ടില്ലേ സിഗ്നലൈസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിങ്ക് ചെയ്യാൻ എളുപ്പമാണ്. ജസ്റ്റ് സിങ്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നിങ്ങൾ നോക്കിയോ. ജസ്റ്റ് ചോദിക്കും ഓഡിയോ ട്രാക്ക് വെച്ചിട്ടല്ലേ ചെയ്യേണ്ടതെന്ന്, ജസ്റ്റ് ഓക്കെ കൊടുക്കുക, അനലൈസ് ചെയ്യും, കണ്ടില്ലേ അത് സിങ്കായി. സോ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഞാൻ റിവേഴ്സ് ആക്കുവാണ്. ഇപ്പോൾ എനിക്ക് ഇത്രയും ക്ലിപ്പുണ്ട്, അതായത് ഈ മാസ്റ്റർ ഓഡിയോയുടെ കൂടെ തന്നെ റെക്കോർഡ് ചെയ്തേക്കുന്ന മൾട്ടിപ്പിൾ ക്ലിപ്പുണ്ട്. ഇതൊരു ക്ലിപ്പാണ്, ഇതൊരു ക്ലിപ്പാണ്, ഇതൊരു ക്ലിപ്പാണ്, ഇതൊരു ക്ലിപ്പാണ്. സോ ഇതിൻ്റെ ഓഡിയോസ് ഇവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് നമുക്കിത് സിങ്കല്ല. ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്കൊന്ന് വ്യക്തമായിട്ട് അറിയില്ല. ഓരോ ഏരിയയും കേട്ട് ചെയ്യേണ്ടി വരും, ഊഹം വെച്ചിട്ട് ചെയ്യേണ്ടി വരും. അതൊന്നും ആക്യുറേറ്റ് ആവില്ല. ഇനി ആക്യുറേറ്റ് ആയാൽ തന്നെ അത് ഒരുപാട് ടൈം കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിളായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാൻ എല്ലാം സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, പോയി, സാധനം പോയി, കണ്ടില്ലേ സിഗ്നലൈസ് പോയി. സോ അത് പറ്റില്ല എന്നാണ് പ്രീമിയർ പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഉഡായ്പ വഴിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പതുക്കെ മൂവ് ചെയ്യാണ്. ഇങ്ങനെയാണ് കള്ളന്മാരുണ്ടാവുന്നത്. ഉഡായ്പ വഴിയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ നോക്കി, ജസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്, അതായത് സെയിം ട്രാക്കിൽ, അതായത് ട്രാക്ക് V2 ഇപ്പോൾ കിടക്കുന്നത്, V2 തന്നെ കിടക്കുന്നതുകൊണ്ടാണ് സിങ്ക് ആവാത്തത്. മനസ്സിലായോ? ഒരു ട്രാക്കിൽ ഒരു ക്ലിപ്പാണ് ഇപ്പോൾ അലൗഡ് ആയിട്ടുള്ളൂ. സോ നമുക്കത് പോസിബിൾ അല്ല മൾട്ടി ക്ലിപ്പ് സിങ്ക് ചെയ്യാനായിട്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ കുറച്ച് വിയേർഡാണ് പരിപാടി, എന്താ പറയുക, വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ക്ലിപ്പുകളെ ഫസ്റ്റ് ട്രാക്കിലോട്ട് കയറ്റി വെക്കുക, കൂടെ തന്നെ ഓഡിയോയും കയറ്റി വെക്കുക. സെയിം തന്നെ തേർഡ് ട്രാക്കിലോട്ട് പോവാം, സെയിം ഓഡിയോയും. ഓക്കെ, അങ്ങനെ തന്നെ എല്ലാത്തിലും ചെയ്യുക. വേറെ ഒരു വഴിയില്ല, ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. സോ ഞാൻ ടൈം ലൈൻ നിങ്ങൾക്കൊന്ന് വലുതാക്കി കാണിച്ചു തരാം. ഇതും ഞാൻ എന്ത് ചെയ്യുന്നു, കയറ്റി വെക്കുന്നു, ഇതും കയറ്റി വെക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായി, എല്ലാം സെപ്പറേറ്റ് ട്രാക്കായി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ വന്നു. അപ്പോൾ പ്രീമിയറിനെ പണിക്ക് വിളിച്ചുകൊണ്ട് പോകണേ എന്നുള്ളത് പ്രീമിയർ അറിഞ്ഞിട്ടില്ല. സോ ക്ലിക്ക് ആൻഡ് ഓക്കെ, കഴിഞ്ഞു. കണ്ടില്ലേ എല്ലാം സിങ്കായി. സിങ്കായതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇറക്കി വെച്ചാൽ മതി, പരിപാടി കഴിഞ്ഞു. സോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ ബൈ.